ഇരിക്കേ സാർ. ഇരിക്കൂ. ഞാൻ വരില്ലെന്ന് വിചാരിച്ചു. ഓഹോ, ക്ഷണിച്ചിട്ട് വന്നാണല്ലേ? അപ്പൊ ക്ഷണിച്ചാ നിങ്ങൾ വരും. മിസ്റ്റർ ജി കെ, ഇത് വളരെ കോൺഫിഡൻഷ്യലായി നടക്കുന്ന ഒരു കേസാണ്. കാണാൻ നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. കാണേണ്ടവർക്ക് റിപ്പബ്ലിക് ഡേ പാസ് എടുത്തിട്ട് കാണാം. ജി കെക്ക് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല. ഈ റിഹേഴ്സലിൽ വന്ന് വായി നോക്കി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ടും ജി കെ വന്നു. അതാണ് ഗ്രേറ്റ്നസ്. സാറ് പോവരുത്. ഞാൻ ക്ഷണിച്ചു വരുത്തിയ ആളെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത്. ആര് ഇൻസൾട്ട് ചെയ്തു? ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, വന്നുപോയി. ഐ എം സോറി. യു പ്ലീസ് കാരി ഓൺ. സാർ, സാർ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ചേട്ടാ, കേരളത്തിന്റെ ഫ്ലോട്ട് ഇല്ലെന്ന് പറഞ്ഞു കേട്ടു. ആര് പറഞ്ഞു? അവിടെ മരിയുണ്ടോ? അവിടെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. മരിയില്ല, ശങ്കറും ഇല്ല, പണിക്കുന്നില്ല. ഞാനിപ്പോ വരാം. പണിക്കൽ സാറില്ലേ? ഇല്ല. ശങ്കർ അവര് വരില്ല. സുഖമില്ലാതെ കിടക്കായിരുന്നു. സെൻട്രൽ ഹോട്ടലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഫ്ലോട്ട് തള്ളിയുടെ വിഷമം കാണും. ഫ്ലോട്ട് തള്ളിയതിൽ അവർ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. നീ ഒരു ടാക്സി എടുത്ത് വീട്ടിലേക്ക് വിളിച്ചോ. ചേട്ടനോടൊപ്പം അതൊക്കെ വന്നിട്ട് പറയാം.
Maria. Maria. उस लड़की को अब तक होश नहीं आया। जीके ने उसको हॉस्पिटल पहुंचाया था। मणिकर और शंकर कहाँ है? अंडरग्राउंड में होंगे। It is impossible. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. This is my last word. കേരള പൊളിറ്റിക്സിലും നാഷണൽ പൊളിറ്റിക്സിലും പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഇഷ്യൂവാണിത്. അവരൊക്കെ അധികാരം കയ്യിലുള്ളവരാണ്. അവരോട് കളിക്കുന്നത് നമുക്ക് നല്ലതല്ല. ഈ പത്രം പൂട്ടി പോകാൻ ഇത് മതി. സാർ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാലോ? വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ന്യൂസ് ഈ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എതിർത്താലും മറ്റെവിടെയെങ്കിലും ഞാനത് പ്രസിദ്ധീകരിക്കും. ജി കെ, നിൽക്കും മിസ്റ്റർ ജി കെ, നിങ്ങളിത് പബ്ലിഷ് ചെയ്യരുത്. ഒന്നുമില്ല, പെണ്ണിന്റെ ഭാവി ഉണ്ടാകും. ആ പെണ്ണിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങളെക്കാൾ താല്പര്യം എനിക്കുണ്ട്. ഐ ആം ഗോയിങ് ടു മാരി ഹർ. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ പോകുന്നു. Hey, what bloody nonsense you are doing? Take him into custody. Yes, sir. What matter? സാർ, എന്താടോ? മരിയയുടെ ഫാദർ വന്നിട്ടുണ്ട്, ഫെർണാണ്ടസ്. ക്ഷമിക്കണം സാർ, ഒരബദ്ധം പറ്റിപ്പോയി. പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി നശിക്കും. സാറിന്റെ മകളുടെ ഭാവി എന്താവും? മരിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ഡോക്ടർ പറഞ്ഞു. ഇനി നാട്ടിൽ ചികിത്സിച്ചാൽ മതി. ന്യൂസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും അത് ചോരും. കാല് പിടിക്കാമെന്ന് വിചാരിച്ചാൽ മതി സാർ. ട്രിവാൻഡ്രത്തേക്ക് നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് 2 ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്.